വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് പാലക്കാടേക്ക് തന്നെയാണ്. പാലക്കാട് ചിറ്റൂരിൽ 6 വയസ്സുകാരനെ കാണാതായി മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇരവങ്കാട് സ്വദേശി മുഹമ്മദ് അനസിന്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. കുട്ടി വീട്ടുമുറ്റത്തേക്ക് ഒറ്റയ്ക്കിറങ്ങുന്നത് പതിവായിരുന്നതിനാൽ കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ വൈകിയാണ് അറിയുന്നത്. ചിറ്റൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, 19 മണിക്കൂർ പിന്നിടുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 24 മണിക്കൂറിനോട് അടുക്കുകയാണ്. ഇത്രയും നേരമായിട്ടും കുട്ടിയെപ്പറ്റി യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല അല്ലേ? ഇന്നലെ രാവിലെ മുതൽ കുട്ടി പുറത്ത് കൂട്ടുകാരെ മൊത്തം കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം 11 മണിയോടുകൂടി കുട്ടി തിരിച്ച് വീട്ടിലെത്തി സഹോദരനുമായി TV കാണുകയും അതിനുശേഷം സഹോദരനുമായി പിണങ്ങി പുറത്തേക്ക് പോയതുമാണ്. പുറത്തേക്ക് പോയി കുറെ സമയത്തിന് ശേഷം കുട്ടിയെ കാണാതായപ്പോൾ സഹോദരനും വീട്ടിലുണ്ടായിരുന്നത് മുത്തശ്ശിയും കുട്ടിയുടെ അമ്മയുടെ സഹോദരിയും സഹോദരന്റെ മക്കളും ഉണ്ടായിരുന്നു. അവർ കുറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അവർ ചിറ്റൂർ പോലീസിൽ അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും വരും ഡോഗ് സ്ക്വാഡും വന്ന് സമീപത്ത് മുഴുവൻ തെരയുകയും നടന്നു. എന്നാൽ ഡോഗ് സ്ക്വാഡ് വന്ന് സമീപത്തുള്ള ഒരു കുളത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാരും എല്ലാവരും കൂടി തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി ഡോഗ് സ്ക്വാഡും മുങ്ങൽ വിദഗ്ധരും നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് രാവിലെ വരെ ഇത്ര നേരം വരെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ 11 മണിയോടുകൂടിയാണ് ചിറ്റൂർ അമ്പാട്ടുപാളയത്തുള്ള 6 വയസ്സുള്ള സുഹാനെ കാണാതായിരിക്കുന്നത്. അനുശ്രീ, പ്രജിത്ത്, ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ? ഈ കുട്ടിയുടെ വീടിന് സമീപത്ത് CCTVകളൊന്നുമില്ല. പക്ഷെ കുറച്ച് അപ്പുറം ഏകദേശം ഒരു 100-200 മീറ്ററും അതിനപ്പുറം മാത്രമാണ് CCTV ഉള്ള സ്ഥലങ്ങളുള്ളത്. പക്ഷെ എന്നാൽ CCTVയിലൊന്നും ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്. അനുശ്രീ, പ്രജിത്ത്, ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ? ആർക്കെങ്കിലും ഒപ്പം കുട്ടി പോയോ? അത്തരത്തിൽ ഇതിനു മുൻപും കുട്ടി ഒറ്റയ്ക്ക് ഇറങ്ങാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പരിചയമുള്ള ആർക്കെങ്കിലും ഒപ്പം പോയോ? അങ്ങനെ എന്തെങ്കിലും വിശദീകരണം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? വീട്ടുകാർ പറയുന്നത് കുട്ടിയെ പിണങ്ങിയാലും സമീപത്ത് 1-2 വീടുകളിൽ മാത്രമാണ് പരിചയമുള്ളത്. അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് അവരോടൊപ്പം കളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് കുട്ടി 11-11:30 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയപ്പോഴും വീട്ടുകാർ ശ്രദ്ധിക്കാതിരുന്നത്. എന്നിട്ട് അതിനുശേഷം ഒരു 12-1 മണി ആയിട്ട് കുട്ടിയെ തിരിച്ചു വരാതായപ്പോഴാണ് വീട്ടുകാർക്ക് പരിഭ്രാന്തരാകുകയും നാട്ടുകാരെയും എല്ലാവരെയും പറഞ്ഞ് സമീപത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള തീരുമാനമൊന്നും ഇല്ല. അനുസരിച്ച് പ്രജിത്ത്, ഈ പോലീസ് നായ എത്തിയത് വീടിന് സമീപത്തുള്ള കുളത്തിനടുത്തേക്കാണ്. അങ്ങനെയെങ്കിൽ അവിടെ തിരച്ചിൽ തുടരാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് രാവിലെ 7:30 കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ഫയർഫോഴ്സ് ടീമും വന്ന് കുളത്തിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. അനുസരിച്ച് ശരി, കുട്ടികളുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്താണ്? കുട്ടി ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നു എന്ന് പറയുന്നുണ്ട് മാതാപിതാക്കൾ. ഇതിനു മുൻപും ഇങ്ങനെ കാണാതാകുന്ന സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുമ്പും അങ്ങനെ കാണാതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തു പോകും എന്ന് പറഞ്ഞ സമീപത്തുള്ള വീടുകളിൽ പോകുമെന്നാണ്. അല്ലാതെ ദൂരത്തേക്ക് പോവുകയോ കുട്ടിയെ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ കാണാതാകുകയോ ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, സുഹാന്റെ പിതാവ് വിദേശത്തുമാണ്. അപ്പൊ ഇവിടെ മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അവരോട് മുത്തശ്ശിയും വീട്ടിലെ ഈ വെക്കേഷന് വന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അവരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിണങ്ങി സുഹൈൽ പുറത്തു പോകുന്നതും പിന്നീട് ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നിട്ടില്ല. പോലീസും നാട്ടുകാരും തിരഞ്ഞ് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് സുഹൈൽ എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിഷയം കുറച്ചുകൂടി ഗൗരവതരമായി മാറിയിരിക്കുകയാണല്ലോ പ്രജി. അത് തന്നെ, സംസാരം അത്ര ഫ്ലുവന്റ് അല്ല, ചെറിയ വിക്കലുള്ള സംസാരമാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിസരവാസികളും അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അത് മാത്രമല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുട്ടിക്ക്. ആളുകൾ പ്രജിത്ത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചിറ്റൂരിലാണ് സംഭവം.
കുട്ടിയെ കാണാതായിട്ട് ഇപ്പോൾ 19 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും യാതൊരു വിവരവും കുട്ടിയെപ്പറ്റി ലഭിച്ചിട്ടില്ല. 6 വയസ്സുകാരനെയാണ് കാണാതായിരിക്കുന്നത്. ഇരവങ്കാട് സ്വദേശികളായ മുഹമ്മദ് അനസിന്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായിരിക്കുന്നത്. ഇതുവരെ യാതൊരു വിധത്തിലുള്ള വിവരവും ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രജിത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.